1668 ഫ്രാൻസിസ്കോ റെഡി എന്ന സയന്റിസ്റ്റിന് സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുള്ളതായി തോന്നി. അദ്ദേഹം ഒരു പുതിയ പരീക്ഷണം നടത്തി. ഫ്രാൻസിസ്കോ റെഡി ഈ പരീക്ഷണം 2 രീതിയിൽ നടത്തി നോക്കി. ആദ്യം പഴയതുപോലെ ഒരു പാത്രത്തിൽ ഇറച്ചി വെച്ച് നിരീക്ഷിച്ച് അരിസ്റ്റോട്ടിൽ പറഞ്ഞതുപോലെ അതിൽ ധാരാളം പുഴുക്കളും പ്രാണികളും ഉണ്ടായി. അദ്ദേഹം ആ പരീക്ഷണം ഒരിക്കൽ കൂടി ആവർത്തിച്ചു. ഈ തവണ ഫ്രാൻസിസ്കോ റെഡി ഇറച്ചി വെച്ച പാത്രം അടച്ചു സൂക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം നിരീക്ഷണം തുടർന്നു. കുറച്ചു ദിവസങ്ങളോളം ഫ്രാൻസിസ്കോ റെഡി നിരീക്ഷിച്ചിട്ടും പാത്രത്തിന്റെ ഉള്ളിലുള്ള ഇറച്ചിയിൽ പുഴുക്കളോ പ്രാണിയോ ഉണ്ടാകുന്നില്ല എന്ന് കണ്ടെത്തി. തുറന്നുവെച്ച പാത്രത്തിൽ പുഴുക്കളും പ്രാണികളും വരാൻ കാരണം ഇറച്ചിയിൽ നിന്ന് വരുന്ന ഗന്ധം മൂലം എവിടെ നിന്നോ ഈ പുഴുക്കളും പ്രാണികളും ഇറച്ചിയിലേക്ക് ഇഴഞ്ഞു കയറുന്നതാണ് എന്ന കൃത്യവും യുക്തിപരവുമായ നിഗമനത്തിലെത്തി. അദ്ദേഹം ഇത് സമൂഹത്തിനു മുന്നിൽ അവതരിപ്പിച്ചു. അരിസ്റ്റോട്ടലിന്റെ അബയോജനസിസ് തിയറി തെറ്റാണെന്നും അഴുകിയ മാംസത്തിൽ നിന്ന് പുതിയതായി ജീവൻ ഉണ്ടാകുന്നില്ല എന്നും അദ്ദേഹം തെളിയിച്ചു.